കുറെ ആളുകൾ പറഞ്ഞു കേട്ടു MMC മെഡിക്കൽ ന്യൂസിലാണ് ന്യൂസിൽ ഇപ്പോഴും MMC-ലാണുണ്ടോ? അതെ 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 കാണിക്കുന്നത് കർമ്മ ന്യൂസിലും അതുപോലെ തന്നെ ഒന്ന് രണ്ട് വ്ളോഗേഴ്സ് ഒക്കെ ഇന്നലെ കൊണ്ടുവന്നോന്നാണോ? ഇന്നലെ കൊണ്ടുവന്ന എവിടെയാണ് രാത്രി? ഓക്കെ. അപ്പൊ അവര് കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ. നമസ്കാരം, സലീൽ ബിൻ കാസിമാണ്. കഴിഞ്ഞ ദിവസം ജസ്ന സലീം എന്ന് പറഞ്ഞിട്ടുള്ള കൃഷ്ണന്റെ പടം വരച്ച് അതിലൂടെ സമ്പാദ്യം നേടിക്കൊണ്ടിരുന്ന സ്ത്രീ സ്വയം ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്ത് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാണ് അവർ തന്നെ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചു എന്ന് പറയപ്പെടുന്ന ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായത്. ആ വീഡിയോ നമുക്ക് ആദ്യം തന്നെ കാണാം. മതം നിന്നുന്ന മനുഷ്യരെക്കാട്ടിലും നല്ലത് മനുഷ്യരെ തിന്നുന്ന കഴുകന്മാരാണ്. ഒരു പെണ്ണിന്റെ മാനം വരെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പബ്ലിക്കിന്റെ ഇടയിൽ വന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അനുഭവിച്ചത് കൊണ്ടായിരിക്കും വന്ന് പറഞ്ഞത് എന്ന് ചിന്തിക്കുന്നില്ല. പല പ്രശ്നങ്ങൾ കാരണം ഞാൻ പലരുടെയും പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു 5 പൈസ ഞാൻ മേടിച്ചിട്ടില്ല. ഞാനൊരു ഹണി ട്രാപ്പ് കാര്യമല്ല. ഇതൊക്കെ തെളിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവൻ ഞാൻ കൊടുക്കേണ്ടി വരും. എന്ന എല്ലാ സത്യങ്ങളും കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു ദൈവദൂതനെ പോലെ ഒരാൾ വരും. ഈ ഭൂമിയിലുള്ള മതം നിന്ന മനുഷ്യന്മാരുടെ എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു മനുഷ്യർക്കും ഒരാൾക്കും സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഉപദ്രവം ഉണ്ടാവരുത്. ഞാനൊരു തൊഴിലെടുത്ത് ജീവിക്കുന്നതിന് ഇനി എന്നെ ഉപദ്രവിക്കാൻ ബാക്കിയില്ല. ഇനി ആർക്കും ഈ ഒരു ഗതികേട് വരരുത്. 2 പൊന്നു മക്കളെ ഒറ്റക്കാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. ഞങ്ങളോടൊക്കെ ദൈവം ചോദിക്കും. ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഇവരുമായി ബന്ധപ്പെട്ട് ഇവർ ജീവൻ അവസാനിപ്പിച്ചു എന്നതടക്കമുള്ള നിരവധി വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി വന്നത് ഇവർ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ളതാണ് അധിക മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. കർമ്മ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഇവർ സ്വയം ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിച്ച് അമിതമായി ഉറക്കഗുളികൾ കഴിച്ചിട്ട് മലബാർ മെഡിക്കൽ കോളേജ്, അത്തോളിയിലുള്ള MMC മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ അഡ്മിറ്റ് ആണ് എന്ന തരത്തിലാണ് കർമ്മ ന്യൂസ് അടക്കമുള്ള മിക്കവാറും ഒരുവിധപ്പെട്ട ന്യൂസ് ചാനലുകളിലെല്ലാം പുറത്തു വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങനെ മലബാർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടതിന്റെ ഒരു ഓഡിയോ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. MMC ഹോസ്പിറ്റൽ അനുബന്ധ സേവനങ്ങൾക്ക് വേണ്ടി 1 ഡയൽ ചെയ്യുക. ഹലോ. ആ നമസ്കാരം. അവിടെ ജസ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോഗർ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ശ്രമിച്ചിട്ട്? അത് കോളും ഇങ്ങനെ വരുന്നുണ്ട് സാർ. ഞാന് PR-ന് കണക്ഷൻ തരാം സാർ. എവിടെന്നാ വിളിക്കുന്നേ? ഞാൻ കോഴിക്കോട് നിന്ന് വിളിക്കുന്നു. കണക്ട് ചെയ്യാ. ഹലോ. ഹലോ. നമസ്കാരം സാർ. ഞാനൊരു കുറച്ച് ന്യൂസ് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചാണ്. അവിടെ ജസ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോഗർ ഗുരുതരാവസ്ഥയിൽ അവിടെ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ന്യൂസുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ന്യൂസിലാണ് അത് ഇന്ന് കുറെ ആളുകൾ പറഞ്ഞു കേട്ടു MMC മെഡിക്കൽ ന്യൂസിലാണ്. ന്യൂസിൽ ഇപ്പോഴും MMC-ലാണുണ്ടോ? അതെ 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 കാണിക്കുന്നത് ഇപ്പോഴും. അതെ കർമ്മ ന്യൂസിലും അതുപോലെ തന്നെ ഒന്ന് രണ്ട് വ്ളോഗേഴ്സ് ഒക്കെ ഇന്നലെ കൊണ്ടുവന്നോന്നാണോ? ഇന്നലെ കൊണ്ടുവന്ന എവിടെയാണ് രാത്രി? ഓക്കെ. അപ്പൊ അവര് ഇന്നലെ ബേബിയിലേക്ക് പോയിട്ടുണ്ട്. ബേബിയിലാണുള്ളത് അല്ലെ? ഇന്നലെ രാത്രി വന്നിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ബേബിയിലേക്ക്. ഓക്കെ. ഗുരുതരാവസ്ഥയാണ്. അതിനെപ്പറ്റി അറിയത്തില്ലല്ലോ. ഇന്നലെ ജസ്റ്റ് വന്നല്ലോ. വന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് പോയിക്കല്ലോ. അതായത് ഒരു അരമണിക്കൂറുണ്ട് കണക്കുള്ള അങ്ങ് പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അതിനനുസരിച്ച് ന്യൂസിൽ ഇപ്പോഴും ഇവിടെയാണെന്ന് കാണിക്കുന്നുണ്ടോ? അങ്ങനെ പറയുന്നുണ്ട് ന്യൂസില്. ഇപ്പോഴത്തെ ന്യൂസിൽ അതെ അതെ. അത്തോളി MMC മെഡിക്കൽ കോളേജ് എന്നാ പറഞ്ഞത്. മലബാർ മെഡിക്കൽ കോളേജ് എന്നാ പറഞ്ഞത്. വേറെ അത്തോളിയിൽ വേറെ മെഡിക്കൽ കോളേജ്. ഞാനിപ്പോ 2ാം ഡ്യൂട്ടി കയറിയാണ്. ഇപ്പൊ നൈറ്റില് നൈറ്റായിരുന്നു. അതിനുശേഷം ഇന്നലെ ഇവിടുന്ന് പോയി എന്നുള്ളത് സത്യമാണ്. ഡ്യൂട്ടിയിലാണ്. അതായത് കർമ്മ ന്യൂസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. കർമ്മ ന്യൂസിലൊക്കെ കറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിന്റെ പേരാ പറയുന്നത്. കഴിഞ്ഞിട്ട് ഞാൻ വേറെ 1-2 ന്യൂസ് കണ്ടതിന് ശേഷമാണ് ഞാൻ അത് ഇതേ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. പക്ഷെ ഇവിടെ കൊണ്ടുവന്നിരുന്നു എന്നല്ല പറയുന്നത്. ഇപ്പോഴും ഇവിടെ തന്നെയാണ് ആ രീതിയിലാണ് പറഞ്ഞത്. ഗുരുതരാവസ്ഥയിൽ അവിടെ കിടക്കാവുന്ന പറഞ്ഞത്. എന്തായാലും ഇന്നലെ വന്നിട്ട് ബേബിയിലേക്ക് പോയിട്ടുണ്ട്. അതെല്ലേ? അതിന്റെ ബാക്കി എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്ന് സത്യം കൂടുതൽ അറിയാം. ഞാനൊന്ന് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഇന്ന് രാവിലെ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള അറിയാം. നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അതേ ഉള്ളൂ. അല്ലാണ്ട് ഇന്നലെ ബേബിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ നോക്കാം. ഇത് ഞാൻ മെനിഞ്ഞാന്ന് വിളിച്ചതാണ്. മെനിഞ്ഞാന്ന് വിളിച്ച് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ 1 അരമണിക്കൂറിനുള്ളിൽ തന്നെ ബേബിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി എന്നാ പറയുന്നത്. ഗുരുതരാവസ്ഥ ആണെന്ന് ചോദിച്ച സമയത്ത് അതൊന്നും അല്ല എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് അവിടുന്ന് കിട്ടിയിട്ടുള്ളത്. അവരവിടുന്ന് റെഫർ ചെയ്താണെന്നുണ്ടെങ്കിൽ അവർ പറയേണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഗുരുതരാവസ്ഥ ആയതുകൊണ്ട് റെഫർ ചെയ്തു എന്നൊക്കെ പറയേണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവർക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ ചില പരിമിതികൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ നിന്നില്ല. അത് കട്ട് ചെയ്ത് ഉടനെ തന്നെ ഞാൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോടിലേക്ക് വിളിച്ചു. ആ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ PRO-യുമായിട്ട് സംസാരിച്ച കോൾ റെക്കോർഡ് കൂടെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗുരുതരാവസ്ഥയാണോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും അവസ്ഥയാണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ PRO അല്ലേ? അതെ. ഞാൻ വിളിച്ചത് ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. അപ്പോ ഇന്നലെ കണ്ണൂരിൽ നിന്ന് ജസ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ അവിടെ അത്യാവശ്യമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിറ്റ് ആണോ? അതെ അതെ. എന്താ കണ്ടീഷൻ അപ്പോ നിലവില്?
കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല. അത് ഓവർ ഡെഗ് മറ്റേ ടാബ്ലറ്റ് ഓവർ ഡോസ് കൊടുക്കും. ഫൈനാണ്. ഇപ്പൊ ഐസിയു തന്നെയാണ് ഒബ്സർവേഷൻ. അത് വലിയാത്ത കാര്യങ്ങളൊന്നുമല്ല, വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ. ഇങ്ങനെയാണ് കാര്യങ്ങൾ. അവിടെ മലബാർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അഡ്മിറ്റ് ചെയ്തു. ഒബ്സർവേഷനിലാണ് ഉള്ളത് എന്ന് അറിയാം. അപ്പോൾ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ഒബ്സർവേഷൻ എന്താണെന്നുള്ളത് ചൂറ് നിന്ന ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതും ബേബിയിൽ തന്നെ പോയിട്ട് ഒബ്സർവേഷനിലാവാനുള്ള കാരണം എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ജസ്ന എന്ന് പറയുന്നത് അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഏത് എക്സ്ട്രീം ലെവലിൽ വേണമെങ്കിലും പോകാൻ മടിയില്ലാത്തൊരു സ്ത്രീയാണ് എന്നുള്ളതാണ് സമീപകാലത്ത് അവരുടെ പ്രവർത്തനങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്ത് തന്നെ കഴിഞ്ഞാലും ഇനിയിപ്പോൾ ജസ്ന ശരിക്കും ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിച്ചതാണെന്നുണ്ടെങ്കിലും നാടകമാണെന്നുണ്ടെങ്കിലും ഇതിനൊക്കെ കാരണക്കാർ ഒരേ ഒരാളുകളാണ്, അത് സംഘപരിവാറുകാരാണ്. കാരണം വേറൊന്നുമല്ല, ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ എല്ലാന്നുണ്ടെങ്കിൽ മതത്തെ വ്യഭിചരിച്ച് പണം ഉണ്ടാക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ വർക്ക് കൊടുത്ത് അവർക്ക് ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ ഒരുക്കി കൊടുക്കുന്ന, അവർക്ക് പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ വളർത്തുന്ന ആളുകളാണ് ഈ സംഘപരിവാർ എന്ന് പറയുന്നത്. നമുക്കറിയാം അലി അക്ബർ എന്ന് പറയുന്ന രാമസിംഹൻ പേര് മാറ്റിയതോട് കൂടിയിട്ട് അയാളെ ഒഴിവാക്കി. അയാൾ ഈ പറഞ്ഞ രീതിയിൽ സിനിമ പിടിക്കാനോ എന്ന് പറഞ്ഞിട്ട് സംഖ്യകളെ പ്രീഞ്ചിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് അയാൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പറയുന്ന ജസ്ന എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ ആണെന്നുണ്ടെങ്കിലും അവരൊരു അനാവശ്യമായിട്ടുള്ള ഒരു ഇരവാദം മുഴക്കിക്കൊണ്ട്, ഇല്ലാത്തൊരു ഇരവാദം മുഴക്കിക്കൊണ്ട് അവരിങ്ങനെ ഇതാക്കുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിൽ നിന്നും അവരുടെ നാട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നുമൊക്കെ തിരസ്കരിക്കപ്പെടുന്ന ആളുകളൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുക, അവർക്ക് പബ്ലിസിറ്റി കൊടുക്കുക. ഈ സംഘപരിവാറിലേക്ക് പോകുന്ന ആളുകൾ നീട്ടിയൊരു വഴി വിട്ടാൽ ഉടനെ തന്നെ ഈ പറയുന്ന സംഘപരിവാർ മാധ്യമങ്ങൾ ന്യൂസ് ഇറക്കും, വാർത്തകൾ ഇറക്കിക്കൊണ്ട് അവർക്ക് അനാവശ്യമായിട്ടുള്ള പ്രൊമോഷൻ വർക്കുകൾ കൊടുക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരുന്നുണ്ട്. ജസ്ന തുടക്കം മുതലേ ഇരവാദം മുഴക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ കാരണം ഇപ്പൊ ഇവരിത് ചെയ്യാനുള്ള കാരണം സുഡാപ്പികളാണ്, അല്ലാന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളാണ് എന്നൊന്നും പറയാൻ വരണ്ട. കാരണം മുസ്ലിങ്ങൾ അവർക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സമയത്തുള്ള അവരുടെ കൃത്യമായിട്ടുള്ള നിലപാട് അവർ മുന്നേ തന്നെ നമ്മളുമായിട്ട് പങ്കുവെച്ചതാണ്. ആ നിലപാട് നമുക്കൊന്ന് കേട്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇതെൻ്റെ മതസ്ഥർക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. അവരൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ. എൻ്റെ കബറിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ണനെ വരച്ചതിൻ്റെ പേരിൽ കിട്ടുന്ന ശിക്ഷ ഞാൻ ഒറ്റക്കാണ് അനുഭവിക്കുന്നത്. അതെനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഇത്രമാത്രം കണക്കാക്കിയാൽ മതി. യൂട്യൂബ് കൂടി നിങ്ങൾക്ക് റീച്ചും വരുമാനവും കിട്ടാനുള്ള ഒരു കണ്ടന്റ് മാത്രമായിട്ട് എന്നെ കണക്കാക്കിയാൽ മതി. നിങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോ എന്നെ സംബന്ധിച്ച് ഞാൻ വെറും ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് മാത്രമേ കണക്കാക്കാറുള്ളൂ. കാരണം നല്ല നല്ല വാർത്തകൾ ഒരുപാട് എന്നെക്കുറിച്ച് ഇറങ്ങിയിട്ട് ഇതുവരെ എനിക്ക് ആരും അത് ഷെയർ ചെയ്ത് തന്നിട്ട് ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് നിങ്ങളൊരു നെഗറ്റീവ് വീഡിയോ ഇറക്കുന്ന സമയത്ത് ഒത്തിരി പേര്, എനിക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ എനിക്ക് അത് അയച്ചു തന്നിട്ട് തളരരുത്, കൂടെ ഞങ്ങളുണ്ട് എന്നുള്ളൊരു വാക്ക് പറയാറുണ്ട്. അതെന്നെ സംബന്ധിച്ച് മുമ്പോട്ട് പോകാനുള്ള നല്ലൊരു പ്രചോദനമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് അവരുടെ വരുമാന മാർഗം മുട്ടിപ്പോകും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള രീതിയിലുള്ള ചില സൈബർ ക്രിമികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ചില ശല്യങ്ങൾ അത് അവർക്കും ഉണ്ടായിട്ടുണ്ട്. അത്തരം ശല്യങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് അതിനെ വലിയ രീതിയിൽ എക്സാജറേറ്റ് ചെയ്ത് മുസ്ലിം സമൂഹത്തിനെതിരാക്കിയിട്ട് തിരിച്ചു വിട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പബ്ലിസിറ്റി ഇവർക്ക് കൊടുക്കുന്ന സംഘികൾ ഇവർക്ക് വലിയ സപ്പോർട്ടുമായിട്ട് നിന്നിരുന്നു. നിലവിലുള്ള അവസ്ഥയിൽ സംഘികളും ഇവരുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അവർക്കെതിരെ പ്രതികരിച്ചു തുടങ്ങിയ സമയത്ത് വരുമാനം മുട്ടിപ്പോകുമെന്നുള്ള ഭയം കാരണമാണ് ഇവർ ഇത്തരത്തിലൊരു നാടകം അല്ലാന്നുണ്ടെങ്കിൽ യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിൽ നാടകമാണെന്നുണ്ടെങ്കിലും തട്ടിക്കൂട്ടിയത് എന്നുള്ളത് ചോറ് തിന്നുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇങ്ങനെയുള്ള ആളുകളെ വളർത്തി വലുതാക്കുന്നതും അവസാനം ഈ പറയുന്ന രീതിയിൽ ആക്കുന്നതൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന്. നിങ്ങൾ അവര് ആദ്യം തന്നെ ഒരു ഇരവാദം മുഴക്കി മുന്നോട്ടേക്ക് വന്ന സമയത്ത് അത് അനാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കി അവരുടെ പശ്ചാത്തലം എന്താണെന്ന് പഠിച്ചുകൊണ്ട് അവര് ഒരു ജെനുവിനായിട്ടുള്ള വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ അവോയ്ഡ് ചെയ്ത് വിട്ടിരുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ അവരെ അന്നേരം സപ്പോർട്ട് ചെയ്തെങ്കിലും കൂടെ പിന്നീട് അവരെ വലിയ രീതിയിലേക്ക് നിങ്ങൾ PR വർക്ക് ചെയ്തിട്ട് വളർത്തിക്കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിലവിൽ ആ സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു. കാരണം അവർക്കിപ്പോ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു വലിയൊരു വരുമാന മാർഗം ഓരോ ചിത്രത്തിനും 20,000 30,000 കിട്ടിക്കൊണ്ടിരുന്നത് 2025 വരെ അവരുടെ ചിത്രങ്ങളൊക്കെ ബുക്കിംഗ് ആണെന്നാണ് പറഞ്ഞിരുന്നത്. അതൊക്കെ ഇല്ലാതായി പോകുമോ, ആ പണം ആ ഒരു വരുമാനം നിലച്ചു പോകുമോ എന്നുള്ള ഭയത്തിൽ നിന്ന് നിലവിലുള്ള ഒരു അവസ്ഥയിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ആളുകൾ കൂടുതൽ ചർച്ചകളിലേക്ക് പോയി കഴിഞ്ഞാൽ തന്റെ അവസ്ഥ പരിതാപകരമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് അവർ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കൃത്യത്തിന് മുതിർന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ. അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.